ഇതെന്തോ മീൻ ഉണ്ടാക്കുന്നത്? ഇന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുമോ മോനെ? എനിക്കും പഠിക്കണം, ഞാനും കാണട്ടെ. കണ്ടോ എന്നിട്ട് ഇനി നിനക്ക് ഉണ്ടാക്കാമല്ലോ ഒരു ദിവസം. ദേ അപ്പുമോനെ പാൻ വെച്ച് കേട്ടോ. പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണ എപ്പോഴും സ്റ്റിൽ കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ദേ കുഞ്ഞാണ്ട് വെളിച്ചെണ്ണ ചൂടായി കേട്ടോ. അമ്മയാണെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് അല്പം പച്ചമുളക് 2-3 ഞാൻ എടുത്തോളൂ, കാരണം ഇതിന് നല്ല എരി കേട്ടോ. ഒത്തിരി എരി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡെന്നപ്പം നമ്മളെ ഓടിക്കും. അതെ മമ്മി ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇതാണേല് മമ്മി എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ. പക്ഷെ ഇന്ന് തന്നെ ഉണ്ടല്ലോ തേങ്ങാപ്പാലില്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഞാൻ വേറൊരു കാര്യം ഒഴിച്ചിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനേക്കാളും നല്ല രുചിയായിരിക്കും. പക്ഷെ അതിന് നിങ്ങൾ കഴിച്ചിട്ടുള്ളതാ? ഇത് അപ്പത്തിനോട് കഴിക്കാനല്ലേ? ഇന്ന് അപ്പം ഉണ്ടാക്കുമ്പോ കഴിക്കാൻ വേണ്ടിയാ. മമ്മി അപ്പൊ ഇതിനകത്ത് പശുവും പാലൊന്നും ഒഴിക്കാട്ടത്തില്ലേ? അങ്ങനെ സാധാരണ ആരും ഒഴിക്കാറില്ല. പിന്നെ എമർജൻസിയിലൊക്കെ വേണേൽ ഒഴിക്കായിരിക്കും. സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് സ്റ്റൂ ഒക്കെ വെക്കുന്നത്. ഇന്ന് എന്റെ തേങ്ങാപ്പാലൊക്കെ ഇനിയിപ്പോ തേങ്ങ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനാണെ വിചാരിച്ചു നമ്മുടെ മറ്റേ ട്രിക്ക് യൂസ് ചെയ്യാന്ന്. പക്ഷെ അത് അടിപൊളിയായിരിക്കും. നമുക്കേ ഇതേ ഉരുളക്കിഴങ്ങ് മമ്മി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാമേ. നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങാണല്ലോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനം സ്റ്റൂവിനകത്ത്. അപ്പൊ ഇത് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടേ. അപ്പൊ നമുക്ക് മമ്മി ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി അപ്പൊ മോനെ നമുക്കാണെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ ഇത്ര ഇടുന്നുണ്ട് കേട്ടോ, 3. അപ്പൊ നമുക്ക് ഇതിനകത്ത് മുളക് പൊടി ഒന്നും ഇട്ടല്ലേ? പച്ചമുളക് ഇട്ടല്ലോ നമ്മള്. ഒരല്പം കുരുമുളക് പൊടി ഇടാം. പിന്നെ നമ്മൾ ഇടുന്നത് ഗരം മസാല കേട്ടോ. അതുകൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇതെന്താ വീട്ടിലുണ്ടാക്കിയാണ്? വീട്ടിൽ പൊടിച്ചതാ. ഇനി നമുക്കേ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. ഇനി നമുക്കേ വെള്ളം ഒഴിച്ചിത് നല്ലപോലെ ഒന്ന് വേവണമല്ലോ. ചിക്കനും ആലും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. തീ കുറച്ചിട്ടോണ്ടാ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാമേ. ദേ കണ്ട, ഇനി നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി പറ്റണം. വെച്ചേക്കാം കേട്ടോ. ക്യാഷ് ഇട്ടാ മമ്മി അരയ്ക്കുന്നേ. അപ്പൊ ഇതാണെങ്കിൽ ഇന്നലെ ഞാൻ മമ്മി വെള്ളത്തിലാണെങ്കിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കാഷ്യൂവിന്റെ ആ കുതിർത്ത വെള്ളം തന്നെ ഇച്ചിരി ഒഴിക്കാമേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ദേ അല്പം പെരിഞ്ജീരകം എന്ന് പറയും, അതിട്ട് കൊടുക്കണം. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ദേ നമ്മുടെ ഇടയിലേ ചിക്കനും ആലും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷു അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കളർ അറിയില്ല മൊത്തം. ഇനി നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണേ. നമ്മൾ കടു വറക്കണം കേട്ടോ. കടു വറക്കുന്ന പക്ഷെ ഞാൻ നെയ്ക്കാത്ത കേട്ടോ, എന്നാലേ അതിന് നല്ല രുചി വരത്തുള്ളൂ കേട്ടോ. ദേ കടുകിട്ടു, ടപ്പേ പൊട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. ഇനി കടുവറ. അപ്പൊ നമുക്ക് കടുവറത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ദേ അപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റൂ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അപ്പം ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.